അപ്പോൾ ഇന്ധന വിലയെക്കുറിച്ചാണ് പറയാനുള്ളത്. വീണ്ടും ഇരുട്ടടിയായി ഇന്ധന വില വർധന. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ ലിറ്ററിന് 83 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഡീസലിനും പെട്രോളിനും 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഒപ്പം സ്നേഹമോൾ നയനാനുമുണ്ട്. വിഷ്ണുപ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇന്ധന വില വർധനവ് ഇതാ വീണ്ടും കഴിഞ്ഞ ആഴ്ച ഒന്ന് വർദ്ധിപ്പിച്ചതേ ഉള്ളൂ, 3 രൂപ വീതം. ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് സ്ഥിതി? രാജ്യത്തെ പെട്രോളിയം കമ്പനികൾ ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ലഭ്യതക്കുറവാണ്. നിലവിൽ പെട്രോളിയം കമ്പനികൾ ഒരു വർഷം ഉണ്ടാക്കുന്ന അറ്റാദായം കഴിഞ്ഞ യുദ്ധകാലത്തിൽ മാത്രം കമ്പനികൾക്ക് ഈ ഇളവ് നൽകിയതിലൂടെ നഷ്ടമായി സംഭവിച്ചു എന്നാണ് പെട്രോളിയം കമ്പനികൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായി ഈ ഇന്ധന വില വർധനവ് രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച 3 രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം ഈ രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ പെട്രോളിനും ഡീസലിനും വിലയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇത് ഒറ്റയടിക്ക് വലിയ തുക കൂട്ടുകയല്ല, പകരം ഘട്ടം ഘട്ടമായി ചെറിയ തുകകളായി തന്നെ ഈ നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 90 പൈസയോളമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടിയത്. ഡൽഹിയിലും അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലും ഉൾപ്പെടെ പെട്രോൾ വിലയിൽ ഇന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഡൽഹി ഉൾപ്പെടുന്ന ദേശീയ തലസ്ഥാന മേഖലയിൽ പെട്രോളിന് ഇന്ന് 1 ലിറ്ററിന് 99 രൂപ 29 പൈസയും ഡീസലിന് 91 രൂപ 80 പൈസയുമാണ്. ചെന്നൈയിലേക്ക് എത്തുമ്പോൾ പെട്രോളിന്റെ വില 104 രൂപ 29 പൈസയും ഡീസലിന്റെ വില 96 രൂപ 11 പൈസയുമാണ്. കൊൽക്കത്തയിൽ 109 രൂപ 70 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന് ഇന്നത്തെ വില. അതേസമയം തന്നെ ഡീസലിന് 96 രൂപ 7 പൈസയാണ്. 94 പൈസയുടെ വ്യത്യാസമാണ് കൊൽക്കത്തയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ഈ സമാനമായ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടുത്തെ ഈ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ നഗരത്തിലും ഈ ഉണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ സംഭവിക്കുന്ന അതേ നിരക്കിലായിരിക്കില്ല കേരളത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റം ഉണ്ടാകുന്നതും. മോത്തി.